അവള് തലേന്ന് ഹൽദി മുതൽ കല്യാണം തുടങ്ങിയതാ വാവ. ഞാൻ കല്യാണം കഴിഞ്ഞ് പോണൂന്നുള്ളതല്ല, എന്റെ കല്യാണം കഴിഞ്ഞ് എന്തോ അങ്ങനത്തെ ഒരു ഇമോഷൻ. വേറെ എന്തോ ഒരു ഇമോഷൻ ഇങ്ങനെ കല്യാണ ദിവസത്തിൽ കണ്ടതിന്റെ അപ്പൊ അവൾക്ക് കരച്ചിലായിരുന്നു. എനിക്ക് ചേച്ചിയുടെ കല്യാണം കഴിഞ്ഞത് ഇപ്പോഴും അക്സെപ്റ്റ് ചെയ്യില്ല. എനിക്ക് പറ്റി അഖിലേട്ടൻ എന്റെ ബെസ്റ്റ് ഫ്രണ്ട്, ചേച്ചി, അത്രേ ഉള്ളൂ. ഇപ്പൊ നീ കഥ പറഞ്ഞപ്പോഴാണ് എന്റെ കല്യാണം കഴിഞ്ഞത്. പിന്നെ ഇപ്പൊ 2020, അതായത് 2014 കോണ്ടാക്ട് വിട്ടിട്ട് 2020 ന്യൂ ഇയറിന് ഞങ്ങൾ കൂട്ടുകാരുടെ ചെറിയൊരു ഗ്യാതറിംഗ് ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് എല്ലാം കഴിഞ്ഞപ്പോ അന്ന് എനിക്ക് സംസാരിച്ചേ പറ്റുള്ളൂ. ഇവള് എവിടെ പഠിക്കണത് എന്ന് എല്ലാ കാര്യങ്ങളും എനിക്ക് ഇവളുടെ ഫ്രണ്ട്സുമായിട്ടൊക്കെ ഞാൻ നല്ല കോണ്ടാക്ട് ഉണ്ടായിരുന്നു. അപ്പൊ അങ്ങനെ ഇവളുടെ നമ്പർ ഒപ്പിച്ചിട്ട് ഞാൻ മെസ്സേജ് അയച്ചു, ഹാപ്പി ന്യൂ ഇയർ മെസ്സേജ്. അടുത്ത ദിവസം രാവിലെയാണ് ഇവളുടെ മെസ്സേജ് തിരിച്ചു തരുന്നത്. ജസ്റ്റ് എവിടെ നിന്ന് നമ്പർ കിട്ടിയെന്ന് ഒന്ന് വിഷു പോലും ചെയ്തില്ല തിരിച്ച്. തന്താനേ 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 പൂവേ പൂവേ താഴം പൂവേ നെഞ്ചിൻ പല്ല് വളച്ചിട്ടുണ്ടെന്ന് ഇപ്പൊ എന്തെന്നെ ഉണ്ടെങ്കിലും അവര് കൊറേ ക്രെഡിറ്റ് ചേച്ചിക്ക് തന്നെയാണ്. അതെ ഐശ്വര്യ എന്താ സംഭവിച്ചു വെച്ചാൽ അവനൊരു 10th തോന്നുന്നത് എൻ്റെ അടുത്ത് പറഞ്ഞു ബോറടിക്കണു, ആരെങ്കിലും ലൈൻ അടിക്കാ, നീ പറ ആരെയാ നോക്കണ്ടെന്ന് എൻ്റെ അടുത്ത് പറഞ്ഞ്. അപ്പൊ ഞാൻ അവളുടെ ക്ലാസ്സിൽ വേറൊരു പെൺകുട്ടീനെ ഞാൻ കാണിച്ചു കൊടുത്തിട്ട് നീ അവളെ നോക്കിക്കാന്ന്. അപ്പൊ അവളെ നോക്കാൻ വേണ്ടി പോയപ്പോഴാ അഗി കീർത്തുവിനെ കണ്ടത്. എന്റെ എല്ലാ ബർത്ത്ഡേക്കും എന്തെങ്കിലും ചെറിയ കമ്മലാണ് കൊടുക്കുക. അതന്നെ, എല്ലാ ബർത്ത്ഡേക്കും പോയിട്ട് കമ്മൽ അവളുടെ വീട്ടിന്റെ മതിലിന്റെ ഉള്ളിലേക്ക് എറിഞ്ഞിട്ട് വരും. ഈ ഒരു പേപ്പറിൽ കല്ലൊക്കെ ചുറ്റിട്ട് വീട്ടിന്റെ ഉള്ളിലേക്ക് എറിഞ്ഞോടും. കമ്മൽ പോലും കിട്ടിയിട്ടില്ല. പക്ഷെ ഞാൻ 12 മണിക്ക് വന്ന് എറിഞ്ഞിട്ട് പോയി. ഞാൻ റോബിൻ ഉണ്ടായിരുന്നു എന്റെ ഒപ്പം. ഞാൻ പറഞ്ഞ റോബിൻ എന്ന് പറഞ്ഞൊരു കൂട്ടുകാരൻ, അവൻ ഏത് പാതിരാത്രിക്ക് വിളിച്ചാലും വരും. മായം കാട്ടി മയക്കിടല്ലേ, മാനത്തോടെ നടത്തിടല്ലേ, കതിലെന്ന് ചൊന്നതെല്ലാം നേരാണോ, നിന്നെ മാത്രം ഓർത്തിരുന്ന് കനവുകൾ കോർത്തെടുത്ത് പുടമുറി കാത്തിരിക്കും നാടൻ പെണ്ണായി. അഴകേ ചങ്കുലക്കണ ചോദ്യം ഇതെന്റെ, തീയരിക്കണോ രാധിയുമെന്റെ, നമ്മൾ രണ്ടും രണ്ടായെന്നാൽ ലോകം തീരില്ലേ. കാവിലെത്തി വിളക്കു കൊളുത്തി നാടറിഞ്ഞൊരു താലിയും കെട്ടി കയ്യിൽ കൈയും കോർത്തും കൊണ്ടേ കൂടെ കൂട്ടും ഞാൻ. മഴവിൽ ചന്തമേ നീയൻ സ്വന്തമേ, തന്താനേ തന്താനേ തന്താനേ. കോളേജിൽ തൊട്ടും പറയണ്ടായിരുന്നു, ഇവര് ബ്രേക്ക് ആയ കഥയൊക്കെ പറയാനുണ്ടായിരുന്നു. പക്ഷെ നമ്മൾ ഒരിക്കലും വിചാരിച്ചില്ല അവൻ ഇത്രയും കാലത്തോടെ ഏറ്റവും കൂടുതൽ സ്നേഹിച്ച ഒരു വ്യക്തിയാണ് കീർത്തന. അവളെ തന്നെ അവനെ കിട്ടാൻ കാരണം എനിക്ക് വിശ്വസിക്കാനൊന്നും പറ്റണില്ല, ശരിക്കും നടക്കണ്ട. കാരണം കുറെ കാലം നമ്മളിങ്ങനെ പകൽ സ്വപ്നം, ഞാൻ ഇങ്ങനെ ഇരിക്കുമ്പോൾ ഇങ്ങനെ ഓരോന്ന് ആലോചിക്കുമ്പോൾ പകൽ സ്വപ്നം കാണും. ആ മാനിഫെസ്റ്റോ ഇങ്ങനെ നമ്മൾ ആലോചിക്കുന്നുണ്ട്, കല്യാണം കഴിച്ച് കഴിഞ്ഞാൽ എങ്ങനെ നോക്കണം, ആ ഒരു രീതിയിലൊക്കെ ഇങ്ങനെ ആലോചിക്കും. പക്ഷെ എന്തായാലും നടക്കില്ല എന്നറിയാം, എന്തായാലും അങ്ങനെ ആലോചിക്കും.
അപ്പൊ ആ ഒരു കാര്യം എന്റെ കയ്യിൽ ഇങ്ങനെ ഇരിക്കുക. അപ്പൊ എന്റെ മൊത്തത്തിൽ അങ്ങനെ കയ്യിൽ നിന്ന് പോയി. ഞാൻ വീഡിയോയിലൊക്കെ ഉണ്ടാവും, ഞാൻ കണ്ണ് അന്ന് പോയി. എന്നിട്ട് ഞാൻ കരഞ്ഞു വന്നു. ഞാൻ എന്റെ കണ്ണെന്ന് പോയി. ഇവള് അത് കണ്ടിട്ട് ഇവള് കരയാൻ തുടങ്ങി. എന്താ പറയാ, ഒരു ഭയങ്കര സ്വപ്നം പോലെയാ ഇപ്പോഴും. എന്നുവെച്ചാ ഇങ്ങനെ കൊണ്ട് നടക്കും അവളെ. ടെൻത്ത് പോകുമ്പോ നമ്മളിങ്ങനെ സീനിയേഴ്സിനെ സ്ലാം ബുക്ക് ഉണ്ടാവൂലേ, അതില് ഞാൻ എഴുതി കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പൊ എന്റെ ഫ്രണ്ട്സ് വേഗം ചാടി കയറി ഇതെടുത്ത് തിരിച്ച് അവര് വായിച്ചു. എനിക്ക് വായിക്കാനേ തന്നിട്ടില്ല കേട്ടോ, വായിക്കാൻ തന്നിട്ടില്ല. അത് അവര് അങ്ങനെ കൊണ്ടുപോയി. എന്നിട്ട് ഇതൊക്കെ കഴിഞ്ഞ് ഞങ്ങളുടെ പെണ്ണുകളിലൊക്കെ കഴിഞ്ഞ് നമ്മള് ഫോട്ടോ ഇൻസ്റ്റയിൽ ഇട്ട സമയത്താണ് എന്റെ ഒരു ഫ്രണ്ട് വന്നിട്ട് പറയുന്നത്, അന്ന് നിനക്ക് തന്ന ഒരു ലവ് ലെറ്റർ എന്റെ അടുത്ത് ഇപ്പോഴും ഉണ്ട്. അതുകൊണ്ട് ഞാൻ അതിനുശേഷമാണ് അവൻ അയച്ചിട്ടാണ് ആ ഫോട്ടോ, ആ ഒരു ലവ് ലെറ്റർ ആദ്യത്തെ അയച്ചത്. ഇങ്ങനെ ഇതല്ലേ നിന്റെ അഡ്രസ്, ഈ അഡ്രസ്സിലോട്ട് ഞാൻ വലുതാവുമ്പോ ജോലി ഇട്ടിട്ട് വരും. ജോലി ഇട്ടിട്ട് വരും. ഉണ്ട്. അത് ഫ്രെയിം ചെയ്ത് വെച്ചിട്ടുണ്ട് ഇവള് വീട്ടില്. അതിന്റെ ഫോട്ടോ ഉണ്ടല്ലോ. അതിന്റെ ഫോട്ടോ ഉണ്ട്.